ഇന്ന് നല്ല കാലാവസ്ഥയായതുകൊണ്ട് ഞങ്ങളിന്ന് പുറത്തൊക്കെ പോകാമെന്ന് കരുതി. അങ്ങനെ ഞാനും ഫ്രെഡിയും അക്സ്ബ്രിഡ്ജിനും പോയ കഥയാണിത് കേട്ടോ. ചെന്നപ്പോൾ തന്നെ നല്ല വിശപ്പ്. അപ്പം ഫുഡ് കഴിക്കാതെ എന്തായാലും ഇനിയൊരു യാത്രയില്ല, കാരണം വിശന്നാൽ ഞങ്ങൾ പുലിയാകും. പിന്നെ ഫ്രെഡിക്ക് ഒരു ഷർട്ട് എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഫ്രെഡിക്ക് ഷർട്ട് എടുക്കുമ്പോൾ എനിക്കൊരു ഡ്രസ്സാകാമല്ലോ അല്ലേ. അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ ട്രയൽ ചെയ്ത് നോക്കി. അതിൽ ചിലതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരെണ്ണം ഇത്, പക്ഷേ ആ ടോപ്പ് എനിക്ക് വലിയ ഇഷ്ടമായില്ല. പക്ഷെ വൈറ്റ് ഇത് പൊളിയാണ്. എൻ്റെ ഫേവറേറ്റ് കളറും കൂടിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സോ ഇത് ഞാനിങ്ങനെ എടുത്തു. ഇങ്ങനൊരു പതിവ് അതെപ്പോഴും ഉള്ളതാണ്. അത് ഞങ്ങൾ അങ്ങനെ മിസ്സാക്കാറില്ല. അതും എടുത്തു. ഫ്രെഡിക്ക് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ്. എനിക്കോ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോഴും ബാഗൊക്കെ ക്രേസാണ്. പിന്നെ ഞങ്ങൾ ലിഡിലേക്ക് കയറി കുറച്ച് വെജീസൊക്കെ വാങ്ങി. ആക്ച്വലി ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് സാധനത്തിൻ്റെ ആവശ്യമില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം മതി. അത് മാത്രമേ വാങ്ങുന്നുള്ളൂ. മൂപ്പരിങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ നമുക്ക് വേണ്ട ബ്രെഡും ഒരു ജ്യൂസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എടുക്കാനും തുടങ്ങി. ചില സാധനങ്ങൾ കൈവെക്കുമ്പോൾ വേണ്ട അങ്ങനൊരു വാക്ക് വരും. അവിടെ നിന്ന് പിന്നെ നേരെ പോയത് ഒരു ബബിൾ ടീ കുടിക്കാനാണ്. ബബിൾ ടീ ഞങ്ങളുടെ ഫേവറേറ്റും കൂടെയാണ്. അങ്ങനെ ബബിൾ ടീയും കുടിച്ചു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴുണ്ട് ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകൾ. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ. ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ സീസണൽ അട്രാക്ഷൻസും ഡെക്കറേഷൻസും ഒക്കെ വരാറുണ്ട്. ഫ്രെഡി ഇത് അവിടെ പോയി നിൽപ്പുണ്ട്. ഇനി ഇവിടുന്ന് ബസ്സിൽ പോകണം. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഞങ്ങളുടെ ബസ് അപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ബസ്സിൽ പോകുന്ന തന്നെ വേറൊരു ഫീലാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട്. അങ്ങനെ ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല, എന്നാലും ഒരു 20 മിനിറ്റ്സ് ഡ്രൈവൊക്കെ ഉണ്ട്. ഫൈനലി നമ്മൾ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ അക്സ്ബ്രിഡ്ജ് യാത്ര ഇത്രയേ ഉള്ളൂ. അപ്പം ബൈ.